തൃശൂരിന്റെയും തൃശൂർ രൂപതയുടെയും ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിനെ ഇന്നു കാണുന്ന നിലയിലേക്ക് ഉയർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച സ്ഥാപക ഡയറക്ടർ. ഒരു അച്ഛനാകണം എന്നുള്ളൊരു മോഹം എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ വീട്ടുകാരോടും അമ്മൂമ്മയോടും മറ്റു അമ്മയോടൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്തെങ്കിലും ഒരു ദിവസം അതിലേക്ക് എത്തും എന്നുള്ളൊരു ശക്തി കർത്താവിനെ നയിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അന്ന് ഈ കോൺവെൻറ്റിൻ്റെ അൾത്താരയും മധുബഹയൊക്കെ നോക്കിയിരുന്ന ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു. സിസ്റ്റർ സർപ്പീന എന്നാണ് പേര്. ഒരു വിഷയം മാത്രമേ സംസാരിക്കാനുള്ളൂ, അത് അച്ഛനാകുന്ന വിഷയമാണ്. ഈ ദിവികാരുടെ ഭക്തി അതാണ് സിസ്റ്റർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് ഈ 2-3 മിനിറ്റ് ഇടദിവസങ്ങളിലും അല്ലെങ്കിൽ ഞായറാഴ്ചയാണെങ്കിൽ അവർ കാപ്പിയൊക്കെ തരും. അപ്പോൾ അവിടെ നിന്ന് കാപ്പി കുടിക്കുമ്പോഴും മനസ്സിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ദിവികാരൻ്റെ ഭക്തിയാണ്. അത്രയും എളിമയുള്ള വിശുദ്ധിയുള്ള സിസ്റ്ററാണ്. ഞാൻ സിസ്റ്ററെക്കുറിച്ചൊരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വനപുഷ്പം പോലെയാണ്, മുമ്പിലോട്ടൊന്നും വരില്ല. അത് കർത്താവിൻ്റെ പിറകിൽ ഒളിച്ചു നിൽക്കുന്ന അൾത്താരയിൽ കൂടുകൂട്ടി താമസിക്കുന്ന ഒരു കന്യാസ്ത്രീയാണ്. ആ സിസ്റ്ററാണ് ഞങ്ങളെ മനസ്സിലേക്ക് ഈ ആശയം കൊണ്ടുവന്നിരുന്നത്. കോൺവെൻറ്റിൽ തന്നെ വെച്ചായിരുന്നു എൻ്റെ ആദ്യ കുർബാന സ്വീകരണം. അതിന് ഒരുക്കിയിരുന്ന സിസ്റ്റർ ലുദ്വിക്ക, സിസ്റ്റർ ബർഗ്മൻസ്, അങ്ങനെയൊക്കെയുള്ള സിസ്റ്റേഴ്സും ഇത് തന്നെയാണ് പറയുന്നത്. ഈ അവസാനം ഞങ്ങൾ ആ ബാച്ചിൽ 8 ആൺകുട്ടികളാണ് ആദ്യ കുർബാന സ്വീകരണത്തിലുണ്ടായത്. അപ്പോൾ മറ്റ് പെൺകുട്ടികളൊക്കെ പോയതിന് ശേഷം ഈ ആൺകുട്ടികളെ മദർ ലുദ്വിക്കെ വിളിച്ചിട്ട് പറയും, മക്കളെ നിങ്ങൾ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളെ അച്ഛന്മാരാക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയും. അതിന് പുറമെ ഈ സിസ്റ്റർ സർപ്പീനയുടെ ദിവസം തോറുള്ള നിരന്തരമായ പ്രാർത്ഥനയും. കർത്താവാണ് നിത്യ ബിഷഗ്വരൻ. കർത്താവ് എങ്ങനെയാണോ ഈ പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസമായിട്ട് മുന്നോട്ട് നീങ്ങിയത്, അതുപോലെ ആശ്വാസം കൊടുക്കുന്ന കേന്ദ്രമായിരിക്കണം നമ്മുടെ മിഷനാസ്പത്രി. എൻ്റെ മുൻഗാമിയായിരുന്ന മോൺസിഞ്ഞോർ മാത്യു മുരിങ്ങാത്തേരി, അദ്ദേഹമാണ് ഈ ആസ്പത്രിയെ പാവപ്പെട്ട ആസ്പത്രിയായി രൂപപ്പെടുത്തിയത്. അന്നത്തെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു പൈസയില്ല, ആസ്പത്രി നടത്താൻ പണമില്ല, ഡോക്ടർമാർക്ക് ശമ്പളം തുച്ഛമായിരുന്നുവെങ്കിലും അത് കൊടുക്കാൻ അച്ഛൻ്റെ കയ്യിൽ പണമില്ല. അച്ഛൻ എങ്ങനെ ഇവരോടൊക്കെ യാചിച്ച്, പക്ഷേ എങ്ങനെ ചെയ്താലും രോഗികൾ ഒരിക്കലും വിഷമിക്കരുത്, ഭക്ഷണമില്ലാതെ വിശക്കരുത് എന്നുള്ള നിർബന്ധമായിരുന്നു അച്ഛന്. നഷ്ടം വന്നാലും വിരോധമില്ല, ഈ ഒരു ദൗത്യം നടക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അന്നത്തെ പിതാവ് അതിന് അനുവാദം കൊടുത്ത കാരണം കൊണ്ട് അച്ഛൻ സധൈര്യം മുന്നോട്ട് പോയി. ആ ഒരു മാതൃക എൻ്റെ മുമ്പിലുണ്ട്. അങ്ങനെയാണ് ഈ പാവപ്പെട്ട മിഷൻ ആസ്പത്രി എന്നുള്ള പേര് വന്നത്. അത് എൻ്റെ പ്രവർത്തനം മൂലം വന്നതൊന്നുമല്ല, അച്ഛൻ്റെ പ്രവർത്തനമാണത്. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, എറണാകുളം, കോയമ്പത്തൂർ വരെയൊക്കെ ഇരുന്ന ആളുകൾ വന്നിരുന്നു ഇവിടെ. അവർ പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മുടെ മിഷൻ ആസ്പത്രി. ദൈവം കുറച്ച് ക്രിയേറ്റിവിറ്റി എനിക്ക് തന്നിട്ടുണ്ട്. മുൻകൂട്ടി കാര്യങ്ങൾ കണ്ട് ചെയ്യാനൊക്കെയുള്ള ഒരു കൃപ അന്നും ഇന്നും ഉണ്ട് എനിക്ക്. ഒരു ഉൾക്കാഴ്ച പോലെ ഞാനത് എപ്പോഴും അത് ദൈവത്തിന് കൊടുത്ത് നന്ദി പറയാറുണ്ട്.